എണ്ണയായി തവിട് കാണാനില്ല. നമ്മൾ ഇതിനെ കൊണ്ട് തവിട് കൊണ്ടുണ്ടാക്കിയ എണ്ണ. രാവിലെ എണീറ്റിട്ട് വെറും വയറ്റില് നിങ്ങൾ 1 ടേബിൾ സ്പൂൺ വെച്ച് കുടിച്ചാൽ ദഹന സംബന്ധമായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളും അങ്ങനെ മാറും. പൈൽസ്, അതേപോലെ തന്നെ മോഷൻ, ശോധന ഇല്ലാതെ അവസ്ഥ വല്ലാതെ ഭയാനകമായിട്ടുള്ള അവസ്ഥയിലേക്ക് പോകുന്നെങ്കിൽ ഇത് മാത്രം മതി. ഇനി പല ആൾക്കാരും പറയാറുണ്ട് പൊരിച്ചത് കഴിക്കരുത്. ഞാൻ പറയും നിങ്ങൾ പൊരിച്ചത് കഴിച്ചു, പക്ഷേ എണ്ണയിൽ കഴിക്കണം മാത്രം. അതാണ് ഇപ്പൊ നിങ്ങൾക്ക് കഴിക്കാൻ തന്നത് ഈ എണ്ണയിൽ പൊരിച്ചതാണ്. അല്ലാതെ നമ്മൾ പഠിപ്പിക്കുന്നത് വേറെ, നിങ്ങളെ കഴിപ്പിക്കുന്നത് വേറെ അല്ല. അപ്പോ എല്ലാവരും വീട്ടിൽ ഈ എണ്ണ ഉപയോഗിച്ച് തുടങ്ങുകയായിരിക്കും. തവിട്, അതുകൊണ്ട് നിങ്ങളുടെ ശരീരത്തിൽ തൈറോയിഡുകൾ, സ്ത്രീകൾക്ക് ഉണ്ടാകുന്ന തൈറോയിഡ് പോയി കിട്ടും. ആർത്രൈറ്റിസ്, വാദസംബന്ധമായിട്ടുള്ള പോയി കിട്ടും. നമ്മുടെ സന്ധികൾ ഉണ്ടാകുന്ന വേദനയും ആ സന്ധി കാല് മടങ്ങാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടെങ്കിൽ അതൊക്കെ ഇത് മാറ്റും. കൊളസ്ട്രോൾ മാറ്റും. ഈ എണ്ണ മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. ഈ എണ്ണയുടെ വേറെ ഗുണം എന്താണെന്നറിയോ? നിങ്ങൾ എന്ത് പൊരിച്ചാലും എണ്ണ വലിച്ചെടുക്കത്തില്ല. എണ്ണ അവിടെ അത്ര തന്നെ ഉണ്ടാവും. ഇപ്പൊ അനുഭവമാണ്. മൂപ്പർ ഇപ്പം പൊരിച്ചപ്പോൾ അനുഭവം. കാരണം എത്ര എണ്ണ വെച്ചിട്ടുണ്ടോ ആ എന്താണ് നിങ്ങൾ അതിൽ ഇട്ടിരിക്കുന്നത് ആ സാധനം ഈ എണ്ണയെ വലിക്കില്ല. മറ്റുള്ളത് എന്താ ഈ എണ്ണ മുഴുവൻ വലിക്കുന്നു. അതുകൊണ്ട് എന്താണെന്നറിയോ? ഈ എണ്ണ 275 സെന്റിഗ്രേഡ് വരെ നിങ്ങൾക്ക് ചൂടാക്കാം. വീടിക്കില്ല. അപ്പൊ ട്രാൻസ്ലേറ്റ് ആവില്ല. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? രാവിലെ ഉണ്ടാക്കിയ ഈ എണ്ണ ഒഴിച്ചുണ്ടാക്കിയ പൂരി ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉച്ചക്ക് ഇതേ എണ്ണ കൊണ്ട് തന്നെ വീണ്ടും ചൂടാക്കിയിട്ട് പപ്പടം കാച്ചാം. അതുകൊണ്ട് എണ്ണയുടെ ഉപയോഗം കുറയും, എണ്ണയുടെ ചിലവ് കുറയും, നിങ്ങളുടെ ശരീരത്തിന് ആരോഗ്യം കിട്ടും. പിന്നെ ദഹന പ്രക്രിയ നെഞ്ചരിച്ചത് വല്ലാതെ സംഭവിക്കുന്ന സമയത്ത് വെള്ളം കുടിച്ചുകൊണ്ടേ ഇരിക്കുക കേട്ടോ. വെള്ളം കുടിച്ചുകൊണ്ടേ ഇരിക്കുക. എന്നിട്ട് തവിടെണ്ണ 1, 2, 3 നേരം കുടിച്ചുകൊണ്ടേ ഇരിക്കുക. ഹലോ, അതിഭീകരമായിട്ടുള്ള റിസൾട്ട് നിങ്ങൾ കിട്ടും. ഇത് ഈ ധമനികളൊക്കെ അടഞ്ഞു പോയിട്ട് ബൈപ്പാസ് സർജറിക്കൊക്കെ പറയാറില്ലേ? ഇതൊന്ന് പിടിച്ചു നോക്കി. അതൊക്കെ പോയി പമ്പ കിടന്നു. ഞാൻ തൃശ്ശൂരിൽ ഒരാൾക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. തൃശ്ശൂരിൽ ഒരാള് തോമസ് എന്ന് പറഞ്ഞ ആള് എഴുതിയിട്ടുള്ള ആളാണ്. അപ്പൊ അദ്ദേഹത്തിന് ധമനികളൊക്കെ അടഞ്ഞു പോയി. അപ്പൊ ബൈപ്പാസ് ചെയ്യണമെന്ന് പറഞ്ഞ് ഡോക്ടർ പറഞ്ഞു, തൃശ്ശൂർ ഹാർട്ട് ഹോസ്പിറ്റൽ. അപ്പൊ ഇദ്ദേഹം വളരെ സങ്കടപ്പെട്ടിട്ട് യൂസിൽ പോയിരുന്നു. അപ്പോൾ വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, തൽക്കാലം 2, 3 നേരം തവണ കുടിക്കാൻ കൊടുക്കും. അതിൻ്റെ കൂടെ നമ്മൾ പ്രോട്ടീൻ കൊടുത്തേക്കും. എല്ലാം കൊടുത്തു. 2 മാസം കഴിഞ്ഞ് ഡോക്ടറെ അടുത്ത് പോയി. ഡോക്ടറിന്റെ റിസൾട്ട് കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു, നിങ്ങൾ ഒന്നും കൂടി ടെസ്റ്റ് എടുത്തു. ഒരു പ്രാവശ്യം കൂടി പോയി ടെസ്റ്റ് എടുത്തു. ഡോക്ടർ ചോദിച്ചു, അല്ല, ഞാൻ തന്ന മരുന്നിന്റെ പുറമെ താങ്കൾ വേറെ എന്തെങ്കിലും കഴിച്ചിരുന്നു? കാരണം ഡോക്ടർക്ക് ബോധ്യമുണ്ട് ആ കൊടുത്തത് കൊണ്ട് ഇങ്ങനെ മാറാൻ ചാൻസില്ല, ഇത്ര മാറ്റം എന്തായാലും വരില്ലെന്ന് ഡോക്ടർ പറയും. അപ്പൊ ഇമാതിരി മാറ്റം എങ്ങനെ വന്നു? അപ്പൊ ഇങ്ങനെ നോക്കിയിട്ട് സാർ ഞാനൊന്നും കഴിച്ചില്ല സാർ, പക്ഷെ ഞാൻ ഇവിടെ നിന്ന് പോയില്ലായിരുന്നു. സങ്കടപ്പെട്ടിരിക്കുമ്പോൾ എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞ്, നീ ടെൻഷൻ അടിക്കണ്ട, എല്ലാ ദിവസവും തവിടെണ്ണ 1 ടേബിൾ സ്പൂൺ വെച്ച് കുടിച്ചു. ഞാൻ സാറേ, അവൻ 1 നേരം കുടിക്കാൻ പറഞ്ഞു, ഞാൻ 4 നേരമൊക്കെ കുടിച്ചിട്ടുണ്ട്. അത് മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ, ബാക്കി ഒന്നും ചെയ്തിട്ടില്ല. അപ്പൊ അദ്ദേഹം പറഞ്ഞു, എന്നാലേ നാളെ ആ തവിടെണ്ണയായിട്ട് നീ ഇടുക. ഇപ്പൊ എന്താ സ്ഥിതി എന്നറിയാം? ആ ഡോക്ടർ പരിശോധിക്കുന്നതിന്റെ മുകളിൽ എനിക്കുണ്ട്, തവിടെണ്ണ ഉപയോഗിക്കൂ, ഹൃദ്രോഗം അകറ്റും. മൂപ്പർ ഫുൾ ടൈം ഇപ്പൊ തവിടെണ്ണ. എന്നാൽ നമ്മളെ സുഹൃത്തുക്കളില്ലേ ഹോട്ടൽ നടത്തുന്നത്, അവരോട് പറഞ്ഞു, നോക്കി ചേട്ടാ, ഇത് ഉപയോഗിച്ചു ജനങ്ങൾക്ക് ആരോഗ്യം ഉണ്ടാവും. ഇത് ഞാൻ വീട്ടിൽ കൊണ്ടുപോയേക്കാം, ഇല്ലെങ്കിലൊക്കെ മുതലാവില്ല. ഇവൻ എന്ത് മുതലാക്കുന്ന? നാട്ടിലെ ആൾക്കാർക്ക് ആരോഗ്യം കൊടുത്തിട്ട് പൊന്തിച്ചു ഇവൻ എന്ത് മുതലുണ്ടാക്കാൻ പോകുന്നുണ്ട്? മോള് തമ്പുരാൻ കാണുന്നുണ്ട് കേട്ടോ. ഇവൻ ഇവിടെ ഉണ്ടാക്കുന്നതിന്റെ ഇരട്ടി അവന് നഷ്ടപ്പെടും. കാരണം ഞാൻ ഒരു കാര്യം പറയുന്നുള്ളൂ. ഞാൻ ഒരു പ്രാവശ്യം ഹോട്ടലുകാരോട് സംസാരിച്ച ഭാഷ ഞാൻ പറഞ്ഞത്. ഞാൻ പറഞ്ഞ്, ഇപ്പൊ റിയാസ് സാറും പിന്നെ ഈ സാറും പിന്നെ മുജീബ് സാർ എന്റെ ഹോട്ടലിൽ ഡെയിലി വന്ന് ഭക്ഷണം കഴിക്കുന്നുണ്ടെങ്കിൽ എനിക്കൊരു ഉത്തരവാദിത്വം എന്താണെന്ന് വെച്ചാൽ ഇവർക്ക് ആരോഗ്യം ഉണ്ടായി കൊടുക്കണം. കാരണം എല്ലാ ദിവസവും എന്റെ ഹോട്ടലിലാണ് കഴിക്കുന്നത്, അല്ലേ? എന്നാലല്ലേ എനിക്ക് കച്ചവടം ഉണ്ടാവും. എനിക്ക് കച്ചവടം നല്ല ഉണ്ടാവും. ഞാൻ പറഞ്ഞപ്പോൾ 10 രൂപ നീ അധികം എടുത്തോ, പക്ഷെ കഴിക്കാൻ കൊടുക്കുന്നത് ആരോഗ്യമുള്ളത് കൊടുക്കും. ആശയം ഒരക്ഷരം വേണ്ടിയില്ല. ഇങ്ങനെ ഞാൻ ഇറങ്ങി വിളിക്കുന്നു. ഇതൊന്നും പണ്ടില്ലായിരുന്നു സാറേ, പണ്ടിലൊന്നുമില്ലായിരുന്നു. പണ്ട് എല്ലാ വീട്ടിലെ ആൾക്കാർ രാവിലെ നടക്കാൻ പോയിട്ട് കൃഷ്ണൻകുട്ടീന്റെ കടയിലോ അല്ലെ റഫീന്റെ കടയിലോ ഒക്കെ ഇരുന്നിട്ട് ചായയെല്ലാം കുടിച്ച് അവിടെ ഒരു കടിയൊക്കെ കഴിച്ച് സ്നേഹ സംബന്ധമായിട്ട് പത്രമെല്ലാം വായിച്ചിട്ട് വീട്ടിലോട്ട് വരും. ഇപ്പോഴോ ചിലയാളുടെ നിലനിൽപ്പിന് വേണ്ടി എല്ലാവരും മലീനമാക്കി കളഞ്ഞു. ഹലോ,
അതുകൊണ്ട് നിങ്ങൾ നിങ്ങളെ ബുദ്ധി ഉപയോഗിച്ചിട്ട്